എന്നും നമുക്ക് ഓരോരോ പ്ലാനിങ്ങുകളുണ്ടെങ്കിലും ചില ദിവസങ്ങൾ നമ്മൾ വിചാരിക്കാത്ത പോലെ ബിസി ആവുമല്ലേ? അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പോൾ നമുക്ക് എവിടേക്കാണ് പോയത് എന്നുള്ളത് ഞാൻ ഇപ്പോൾ പറയുന്നില്ല. നമുക്ക് ഓരോ സ്ഥലങ്ങളായിട്ട് കാണാം. അപ്പോൾ രാവിലെ കിട്ടുവിനെ സ്കൂളിലാക്കുന്ന സമയത്തേ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. കിട്ടുവിനെ അച്ഛനെയും പോകുന്ന വഴിയിൽ ഇറക്കാമെന്ന് വിചാരിച്ചിട്ട് ഓരെയും കൂട്ടിയിട്ടാണ് നമ്മൾ പോയത്. സത്യം പറഞ്ഞപ്പോൾ സ്കൂളിൽ പോകാതായപ്പോൾ ഭയങ്കര തിരക്കുകളാണ്. അന്ന് സ്കൂളിൽ പോയ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്യാനുണ്ടായിരുന്നില്ല എന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കും. അങ്ങനെ കെട്ടുവിനെ സ്കൂളിൽ ഇറക്കിയിട്ട് നമ്മൾ അവിടുന്ന് പോന്നു. ആൾക്കൊന്ന് ഫസ്റ്റ് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. നേരെ നമ്മൾ പോയത് ഫെഡറൽ ബാങ്കിലാണ്. അവിടുന്ന് നമുക്ക് ചെറിയൊരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീർന്ന് നമ്മൾ അവിടുന്ന് ഇറങ്ങി. രണ്ടാമത് നമ്മൾ പോണത് പോസ്റ്റ് ഓഫീസിലേക്കാണ്. 2 ദിവസമായി എൻ്റെ പാസ്പോർട്ട് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് കോള് വന്നിട്ട്. അപ്പോൾ പോകുമ്പോൾ നമുക്ക് ഒരുമിച്ച് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇന്നേക്കാക്കിയതാണ്. പാസ്പോർട്ട് വാങ്ങി ഇറങ്ങി നമ്മൾ നേരെ അംഗൻവാടി പോയി. ഏജിന് ആദ്യമായിട്ടാണ് അമൃതം കിട്ടണേ. അപ്പോൾ അതും വാങ്ങിച്ചുകൊണ്ട് നമ്മൾ അവിടുന്ന് ഇറങ്ങി. പിന്നെ നമുക്ക് പോകാനുണ്ടായിരുന്നത് അക്ഷയയിലാണ്. അക്ഷയയിൽ നമുക്ക് റേഷൻ കാർഡിന്റെ ഒരു കാര്യം റെഡിയാക്കാനുണ്ടായിരുന്നു. അപ്പൊ പോകുന്ന വഴി അക്ഷയയിലും ഇറങ്ങി. അക്ഷയയിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഇതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആകെ ടയേർഡായി. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിച്ചിട്ടാവും അടുത്ത സ്ഥലത്തേക്കുള്ള പോക്ക്. അങ്ങനെ എയ്സ് ഉറങ്ങിയ നേരെ നോക്കി നമ്മളൊരു സ്ഥലത്ത് ഇറങ്ങി. ഇനി നേരെ കൊണ്ടോട്ടിയിൽ നമുക്ക് ആക്സിസ് ബാങ്കിൽ പോകാനുണ്ടായിരുന്നു. അവിടെ കുറേ നേരം ഇരിക്കേണ്ടി വന്നുകൊണ്ട് നമ്മൾ ഒരുപാട് ലേറ്റായി. അപ്പോൾ ഇനി നമുക്ക് 2 ദിവസം നമ്മുടെ വീടിൻ്റെ അടുത്ത് കല്യാണമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇത്രയും കഴിഞ്ഞാണ് നമ്മളിന്ന് വീട്ടിലേക്ക് തിരിച്ചത്. പക്ഷേ ഇന്നത്തെ കാര്യങ്ങളിൽ ഇന്നത്തോടെ തീർന്നിട്ടില്ല, കുറച്ചും കൂടെ ബാക്കിയുണ്ട്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.